പരിശീലനത്തിന് വരുമ്പോൾ ബാറ്റ് എടുക്കാൻ മറക്കുന്ന അലസതയുടെ ആൾരൂപമെന്നോ, ക്രിക്കറ്റിൽ എഴുതപ്പെട്ട എല്ലാ ഷോട്ടുകളും അതിന്റെ സാങ്കേതികതയോടെയും ആവിഷ്കാര പ്രൗഢിയോടെയും കളിക്കാൻ സാധിക്കുന്ന ബാറ്റർ എന്നോ, ഒരു ബൗണ്ടറി നേടുന്ന ലാഘവത്തോടെ ഒന്നിനു പിറകെ ഒന്നായി ഇരട്ട സെഞ്ചുറികൾ നേടുന്ന അമാനുഷികൻ എന്നോ രോഹിത് ഗുരുനാഥ് ശർമ്മയെ വിശേഷിപ്പിക്കാം. മുംബൈയിലെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് ലോക ക്രിക്കറ്റിലെ ഹിറ്റ്മാനായി മാറിയ രോഹിത്തിന്റെ അധ്യായം എഴുതി ചേർക്കാതെ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം പൂർണ്ണമാകില്ല. ക്ലാസിക് ഷോട്ടുകൾക്ക് അമ്പരിപ്പിക്കുന്ന ടൈമിംഗ് നൽകുന്ന പൂർണ്ണതയാണ് രോഹിത്തിന്റെ ഇന്നിംഗ്സുകൾ എന്ന് പൊതുവെ പറയാറുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനത്തിന് പക്ഷെ രോഹിത് അത്തരമൊരു ടൈമിംഗ് വേണ്ടെന്ന് വെച്ചു. ആരും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് IPLന്റെ നല്ല നേരത്തായി ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിരമിക്കൽ. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യക്കൊരു പുതിയ ക്യാപ്റ്റനാണ് ക്രിക്കറ്റ് ആരാധകർ കാണുക. 24 ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച രോഹിത് ശർമ്മയെ പുറത്താക്കാൻ സെലക്ടർമാർ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് ചൂടുപിടിക്കുന്നതിനിടെയാണ് ഇന്നലെ വൈകിട്ട് രോഹിത് ശർമ്മ ആ വലിയ തീരുമാനം പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ടീമിന്റെ വെള്ളക്കുപ്പായത്തിൽ ഇനി താനുണ്ടാവില്ല. തന്റെ ക്യാപ്റ്റൻസിക്കും ടീമിലെ സ്ഥാനത്തിനും ഇളക്കം സംഭവിച്ചെന്ന തിരിച്ചറിവ് രോഹിത്തിനെ 12 വർഷം നീണ്ട ടെസ്റ്റ് കരിയറിന് വിരാമം വിടാമെന്ന കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ പരമ്പരയിലും ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ നടന്ന പരമ്പരയിലും നിരാശപ്പെടുത്തിയ രോഹിത്തിനെ ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ടീമിൽ ഇടമുണ്ടാകില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ. അതിനാലാകാം ടീം പ്രഖ്യാപനം വരും മുൻപേ രോഹിത് വിരമിക്കൽ പ്രഖ്യാപിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഉജ്ജ്വല വിജയങ്ങളുടെ ആദ്യ പകുതിയും തിരിച്ചടികളുടെ രണ്ടാം പകുതിയും ഉൾപ്പെടുന്നതായിരുന്നു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ യാത്ര. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പര തോൽവിക്ക് പിന്നാലെ ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞ വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായി ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റനായ രോഹിത്തിന് കീഴിൽ 2022 മാർച്ചിൽ ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ സമ്പൂർണ്ണ വിജയത്തോടെയാണ് ഇന്ത്യ തുടങ്ങിയത്. ബംഗ്ലാദേശിനെയും വെസ്റ്റ് ഇൻഡീസിനെയും അവരുടെ നാട്ടിൽ കീഴടക്കിയ ഇന്ത്യ നാട്ടിൽ ഇംഗ്ലണ്ടിനെയും ഓസ്ട്രേലിയയ്ക്കുമെതിരായ പരമ്പരകളിൽ ഉജ്ജ്വല വിജയങ്ങൾ നേടി. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ഇന്ത്യയെ നയിച്ച രോഹിത്തിന് കീഴിൽ കഴിഞ്ഞ വർഷം നവംബർ വരെ ഒരു പരമ്പരയിലും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നുമില്ല. കഴിഞ്ഞ നവംബറിൽ ന്യൂസിലാൻഡിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെയാണ് രോഹിത്തിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻസി ആദ്യമായി ചോദ്യം ചെയ്യപ്പെട്ടത്. നാട്ടിൽ തുടർച്ചയായി 18 ടെസ്റ്റ് പരമ്പര വിജയങ്ങൾക്കു ശേഷം നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടിയും 24 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ണിലെ ഇന്ത്യയുടെ സമ്പൂർണ്ണ തോൽവിയും വ്യാപക വിമർശനത്തിന് കാരണമായി. തോൽവിയോടെ ഇന്ത്യയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ മോഹത്തിന് മങ്ങലേക്കുകയായിരുന്നു. ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന്റെ പല തീരുമാനങ്ങളും വിമർശിക്കപ്പെടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യക്ക് വിജയ വഴിയിലേക്ക് തിരിച്ചെത്താനായില്ല. രോഹിത് വിട്ടുനിന്ന ഒന്നാം ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഉജ്ജ്വല വിജയം നേടി. എന്നാൽ തുടർന്നുള്ള 3 ടെസ്റ്റുകളിൽ രോഹിത് ഇന്ത്യയെ തോൽവിയിലേക്ക് നയിച്ചു. ബാറ്റിംഗിൽ തീർത്തും നിരാശപ്പെടുത്തിയ താരം 6ാം സ്ഥാനത്തേക്ക് വരെ ഇറങ്ങിക്കളിച്ചിട്ടും ഫലമുണ്ടായില്ല. മോശം ഫോമിനെ തുടർന്ന് പരമ്പരയിലെ 5ാം മത്സരത്തിൽ നിന്ന് സ്വയം പിന്മാറിയതിന് പിന്നാലെ രോഹിത്തിന്റെ ടെസ്റ്റ് വിരമിക്കൽ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വിരമിക്കൽ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കാനുള്ള പക്വത തനിക്കുണ്ടെന്നും അന്ന് പ്രതികരിച്ച ക്യാപ്റ്റന് ഇന്നലെ തിടുക്കത്തിൽ ആ തീരുമാനം കൈക്കൊള്ളേണ്ടി വരികയായിരുന്നു. രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് കരിയർ നോക്കിയാൽ അരങ്ങേറ്റം 2013-ലായിരുന്നു. അരങ്ങേറ്റ മത്സരം വെസ്റ്റ് ഇൻഡീസിനെതിരെ കൊൽക്കത്ത ഈഡൻ ഗാർഡനിലും അവസാന മത്സരം ഓസ്ട്രേലിയക്കെതിരെ മെൽബണിലുമായിരുന്നു. ആകെ 67 മത്സരങ്ങൾ, 116 ഇന്നിംഗ്സും 4301 റൺസും ബാറ്റിംഗ് ആവറേജ് 40.57 ഒരു ഡബിൾ സെഞ്ചുറിയും 12 സെഞ്ചുറികളും 18 അർദ്ധ സെഞ്ചുറികളും രോഹിത്തിന്റെ ടെസ്റ്റ് കരിയറിൽ ഉൾപ്പെടുന്നതാണ്. മറ്റ് പ്രധാന റെക്കോർഡുകൾ നോക്കിയാൽ അരങ്ങേറ്റ ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരമാണ് അദ്ദേഹം. കൂടാതെ അരങ്ങേറ്റ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ ഇന്ത്യൻ താരവുമാണ്.